ലോകനാശം ഒന്ന് കഴിഞ്ഞു, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു, വരുന്നു മൂന്നാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ എസെക്കിയേൽ പറഞ്ഞു, അത് നടക്കുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് റഷ്യയുമായിട്ടുള്ള കരാറിലേക്ക് അറബ് രാജ്യങ്ങൾ പോകാൻ കാലമായി. അതിനോടനുബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം, അമേരിക്കയെയും ഇസ്രയേലിനെയും മധ്യപൂർവ്വ ദേശത്ത് നിന്ന് അറബികൾ വെറുക്കുന്ന ഒരു കാലമായി. അങ്ങനെ വരാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധം. ഇനി എന്ത് സംഭവിക്കുമെന്ന് ലോകത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നു. കുഞ്ഞു വായിക്കുന്നു, ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും. ശ്രദ്ധയോടിരിക്കണം, എല്ലാം പ്രവചനമാണ്. യിരെമ്യാ പ്രവചന 22-ാം അധ്യായം 21-22. ഇനി വരുന്ന ബൈ ഫാക്ടേഴ്സ് നൗ ദ സീസ് ഫയർ വിത്ത് ഇറാൻ ആൻഡ് ഇസ്രായേൽ കം ഡേയ്സ് ദ ഫ്യൂച്ചർ ഈസ് കമ്മിങ് ഓൾ ഓവർ ദ വേൾഡ്. യെരമ്യാ ചാപ്റ്റർ 21 വേഴ്സ് 21-22. യെരമ്യാ 21-22. കുഞ്ഞു വായിച്ചാട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. പണ്ടേ അവന്റെ ജോലി ഞാൻ കേൾക്കയില്ലെന്ന്, അവന്റെ ഇസ്രായേലിലെ ജോലിയില്ല. അടുത്തത്, എന്റെ വാക്ക് അനുസരിക്കാതിരുന്നത് ബാല്യം മുതൽ നിനക്ക് ശീലം. ബാല്യം മുതൽക്ക് നിന്റെ ശീലം. പണ്ടത്തെ കാലത്ത് നമുക്ക് അറിയത്തില്ല. ഒരു മിനിറ്റ് നിർത്തിയാട്ടെ. കഴുതി അന്വേഷിച്ച് ഒരുവൻ പോയി ശൗല അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ഇപ്പൊ ഇവിടുന്ന് ഒരു കുന്തം കിട്ടി. പിന്നെ ദാവീദിന് നേരെ അവൻ കുന്തം എറിയേക്കാം. കർത്താവ് അവന്റെ കൃപയെ എടുത്ത് കളഞ്ഞു. അവസാനം അവന്റെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു യോനാഥാൻ. രണ്ടും കൂടെ ഗിൽബോവ പർവ്വതയിൽ പോയി. അമ്മ ഇത് കേട്ടാട്ടെ. ഗിൽബോവ പർവ്വത നിരയെ പോയി. യോനാഥാൻ പാപമായിരുന്നു. അപ്പന്റെ പാരമ്പര്യത്തെ പിടിച്ചതുകൊണ്ട് കുഞ്ഞിന് കുത്തുകൊണ്ട് കുറേ നാളായിട്ട് ദാവീദിനെതിരെ കുന്തം എറിഞ്ഞുകൊണ്ടിരുന്ന. ദാവീദ് പറഞ്ഞു, കർത്താവെ അവൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം എനിക്കെതിരെ എറിഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അവനെ പർവ്വതത്തെ വെച്ച് ഞാൻ ശരിയാക്കാമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അഭിഷിക്തനെ കുന്തം എറിയാൻ പോയപ്പോൾ അവൻ്റെ കയ്യിലിരുന്ന കുന്തമെടുത്ത് ദാവീദിനെ എറിഞ്ഞ കുന്തമെടുത്ത് ശൗലങ്ങ് തീർന്ന്. അമ്മാമ്മ ബൈബിളിലൊരു പ്രസംഗമുണ്ട്, പ്രസംഗിച്ചാൽ പിന്നെ നാളെ ആരും വരത്തില്ല, അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ. സ്വോത്രം. കഴുതെ അന്വേഷിച്ച് പോയപ്പോൾ സുന്ദരമായ രാജാവാക്കി. ബാക്കി കൂടെ കേട്ടാട്ടെ. വേറെ 2 പിള്ളേരുണ്ടായിരുന്നു, കോരകിൻ്റെ മക്കൾ. 2-3 അച്ചായന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കൊല്ലം ഭാഷ കറിയാച്ചാൻ, തോമാച്ച, അവറാച്ചാൻ. അവന്മാരുടെ പേരായിരുന്നു ദാദാൻ, അബീരാം, കോരക്. ഭാഷമാർക്ക് സന്തോഷമില്ല. യവന്മാരുടെ പരിപാടി പള്ളി പൂട്ടിക്കല. മനസ്സിലാകുന്നവർക്കായി മൈലച്ചല്ലി ഒരു വേല തുടങ്ങും. ശോശാമാമ 10 ആക്ക് സിമെൻറ്റ്, കുഞ്ഞമാമ 4 പാന്, ഗൾഫിൽ നിൽക്കുന്ന ജോമോൻ 20 ആക്ക് കമ്പി സിമെൻറ്റ്, നല്ല പള്ളി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇപ്പം 60 പേരായി, 4 ഗ്രൂപ്പ്. ഇപ്പം പള്ളി പൂട്ടിക്കാൻ നിൽക്കുക. സന്തോഷമില്ലല്ലോ. ഈ പെന്തിക്കോസുകാരെയല്ല ഇനി വന്നില്ലേലും വേണ്ടിയല്ല, പള്ളി പൂട്ടിക്കാൻ നിന്നില്ല നിന്നെ ശരിയാക്കും ദൈവം. സ്വോത്രം. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. എന്നിട്ട് പറയുന്ന ഭാഷ വണ്ടമേട്ടിലും വിടുവന്ന്. സ്വോത്രം. നീ വിട്ടു നോക്ക്, ബാക്കി കാണാൻ. മനസ്സിലാകുന്നവർക്കായി ദാദാനും അബീരാമും കോരകം പള്ളി പൂട്ടാൻ നിന്ന്. കുഞ്ഞുങ്ങൾ പറഞ്ഞു, IGO കേട്ടിയിലും വേണ്ടിയല്ല, പാതൊക്കെ എന്നൊരു ഹല്ലേലൂയ പാടണം. സന്തോഷമില്ലല്ലോ. യോനാഥ അപ്പൻ്റെ പാരമ്പര്യത്തിനകത്ത് നിന്നപ്പോൾ പാരമ്പര്യം വിട്ട് പള്ളിക്കകത്ത് കേട്ടിയില്ലെങ്കിലോ വാതിൽക്കൽ നിന്നൊരു ഹല്ലേലൂയ പറയുവോ. ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നാവിൽ സങ്കീർത്തനം കൊടുത്തു. തീർന്നില്ല. പള്ളി പൂട്ടാൻ നിന്ന അച്ചായന്മാർ അതാ കടന്ന് ഭൂമി പിളർന്ന അച്ചായ. സംഖ്യാപുസ്തകം തീർത്തില്ലേ. സ്വോത്രം. ബൈബിള് ക്ലിയർ ആയില്ലേ അമ്മാമ്മയെ? ഇതൊരു നല്ല പ്രസംഗമാണ്. വീരന്മാർ പട്ടുപോയതെങ്ങനെ. പ്രസംഗിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ പണ്ടേ വാക്കനുസരിക്കത്തില്ല. അടുത്തത് ഇതാണ് ഇനി ലോക സംഭവം. വായിച്ചോട്ടെ. നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. റീത്ത, കത്രീന, വിൽമ, കാർമി, ഓർമ്മ, മാത്യു ഒന്നും അല്ല. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ്. സാമ്പത്തികം, മാന്യം. സന്തോഷമില്ലല്ലോ. ആണ്ട് നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് വണ്ടി കയറണം. പേയാട്, കിള്ളി, അന്തിയൂർ കോണം, കാട്ടാക്കട, മണ്ഡപത്തിൻകടവ്, ചെമ്പൂര്, വെള്ളറട. യേശു വരാൻ കാലമായെന്നല്ല, വീടും വസ്തുവും വിൽക്കാനുണ്ട്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി ഇപ്പോഴാ കോവിഡിൻ്റെ അഫക്റ്റ്. ഞങ്ങൾ ഉപദേശിമാർ മാസ്കും കളഞ്ഞ് ചോശാമാമ സാനിറ്റൈസർ എടുത്ത് റബ്ബർ പറമ്പിൻ്റെ കൂടെ കത്തിക്കുകയും ചെയ്തു. സ്വോത്രം. പക്ഷേ ഇപ്പം കിടക്കുക സാമ്പത്തിക മാന്ദ്യം. ഈ പട്ടണത്തിലെല്ലാ കോൺട്രാക്ടർ ഇവർക്കറിയാമല്ലേ, കുഞ്ഞുങ്ങൾക്കറിയാം. 2000 രാത്രി കൂടും പെരുങ്കടപ്പളെ പ്രസംഗിക്കണം, വെള്ളിയാഴ്ച കിഴക്കമ്പത്തൂര് പ്രസംഗിക്കണം, ശനിയാഴ്ച പെരിങ്ങനാട് പ്രസംഗിക്കണം. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ കോൺട്രാക്ടേഴ്സ് എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, കിട്ടിയ വിലയ്ക്ക് ആ ഭൂമി വിൽക്കാൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. വീടും ബസ്സും വെച്ചിട്ട് ഒറ്റ എണ്ണത്തിൻ്റെ കാശില്ല. കോവിഡ് മാറി. അങ്ങനെയൊക്കെ സാമ്പത്തിക മാന്ദ്യം. ബാക്കി ചെറുപ്പക്കാർ കേൾക്കണ അച്ചായ നെഞ്ചു കയറി പറഞ്ഞ് ഇസ്രായേലും അമേരിക്ക ഇറങ്ങിയപ്പം വിചാരിച്ച് ഞങ്ങളൂടെ ബാക്കി നിൽക്കുമെന്ന്. ബ്രിട്ടൻ പറഞ്ഞ് ഞങ്ങളില്ലെന്ന്. ബാക്കി കേൾക്കണം ലൈവ്. ബ്രിട്ടനെങ്ങാനും ഇസ്രായേലിലൂടെ അമേരിക്കയിലൂടെ നിന്ന് ഇറാനെ അടിക്കാൻ പോയ ബ്രിട്ടനിൽ കലാപം നടക്കും പാസ്റ്ററെ. അവിടെ വേറൊരു ജാതിയുടെ കയ്യിലായി വിഷയാവും. മനസ്സിലാകുന്നവർക്കായി. കന്യാകുമാരിയിൽ നിന്ന് പോയൊരു ദ്വീപുണ്ട്, ഡീഗോ ഗാർഷ്യ. അവിടെ കിടന്ന പ്ലെയിനെയാണ് ഇറാൻ അടിച്ചത്. അപ്പം കന്യാകുമാരി വീഴത്തില്ലയോ?
വെള്ളറടയിലും വീഴാനും പറ്റുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മര്യാദയ്ക്ക് ഇരുന്നാൽ നല്ലതാ. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി. ബ്രിട്ടൻ്റെ കാശില്ല. ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല. സ്പെയിൻ പറഞ്ഞു, കാനഡ പറഞ്ഞു മര്യാദയ്ക്ക് അടി ഒതുക്കാൻ. നിന്റെ സ്നേഹിതന്മാർ ഒറ്റ എണ്ണത്തിൻ്റെ കാശില്ല. മനസ്സിലാക്കുന്നവർക്കായി. UK വിട്ടില്ലേ, മാൾട്ടാദ്വീപ് വിട്ടില്ലേ, ചെമ്പൂരിയം വെള്ളറടയിലെ ശോശാമ്മ കുഞ്ഞുങ്ങൾ അവിടെ പറയാം വേണമെങ്കിൽ നിൽക്കാല്ലേ പോകാന്ന്. കാശില്ല. മനസ്സിലാകുന്നവർക്കായി. നിന്റെ സ്നേഹിതന്മാർ എല്ലാം. അടുത്ത വാക്ക് നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ്. അതുകൊണ്ടാണ് പ്രവാസത്തിലേക്ക് ഇവിടാണ് സംഭവം. ഇവിടെ ആ പ്രസംഗം വരുന്നത്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക്. ശബാശം ഭാഷ പിടിക്കാം. വലിയ വിളപ്പുറത്ത് നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്. അവന് നല്ല സൗദി അറേബ്യയിൽ സൂപ്പർ മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഒക്കെ ആയിരുന്നു. അവൻ 10 മാസം കൂടുമ്പോൾ വരും. പാഷന്മാർക്ക് പ്രൈസലോട് കൊടുക്കും, ഒരു ചായയുടെ കാശ് കൊടുക്കും, ഇവിടെ കറങ്ങി നടക്കും. 30 വർഷം കഴിയുമ്പോൾ പോവും. ഒരു സുപ്രഭാതത്തിൽ അവൻ വന്നു. വലിയ വിളപ്പുറത്ത് നല്ലൊരു ക്യാൻറ്റീൻ ആരംഭിച്ചു. പ്രവാസി ക്യാൻറ്റീൻ. തീർന്നില്ല. മണ്ഡപത്തിൻ കടവിൽ ഒരു ആട്ടോ ഷോറൂം. ബജാജ് ആട്ടോ ഇലക്ട്രിക് പ്രവാസി. സ്വോത്രം. ഇവൻ തിരിച്ചു പോകുന്നില്ല. 1.5 മാസം കഴിഞ്ഞു. സെബാസ്റ്റ്യൻ പാസ്റ്റർ വലിയ വിളപ്പുറത്ത് വെച്ച് ജോസ് ബ്രദറെ പോകുന്നില്ലെന്ന്. പാസ്റ്റർ കണ്ടില്ലയോ എൻ്റെ നല്ല പച്ചക്കറി ഹോൾസെയിൽ പ്രവാസി. മണ്ഡപത്തിൻ കടവിലെ ഓട്ടോ ഷോറൂം പ്രവാസി. അറബിയൻ്റെ പാസ്പോർട്ട് മേടിച്ച് കർവാപ്പസി കട അവൻ എടുത്തു. പ്രവാസം. മനസ്സിലാകുന്നവർക്കായി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് ഇസ്രയേലുമായിട്ട് കൈ കൊടുക്കുന്ന എല്ലാ ചേട്ടന്മാരും പോവും. അതുകൊണ്ടാ കാനഡ വന്നില്ല, ഓസ്ട്രേലിയ വന്നില്ല, ബ്രിട്ടൻ വന്നില്ല. ഇത് അന്ത്യകാല പ്രഭാഷണമാ. നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അടുത്തതാ എന്റെ പ്രസംഗം. അടുത്ത വാക്ക് വൈര്. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ അതിനെ കൊച്ചുമക്കൾ കരയാൻ പോവാ. നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നെ എല്ലാരും കൈവിടുമെന്ന്. ട്രംപൂടെ കൈവിട്ടാ പിന്നെ അമേരിക്ക വരുന്ന പ്രസിഡന്റ് അവനെ തുടത്തില്ല. പാസ്റ്റർ സ്വോത്രം. ഈ ട്രംപൂടെ പോയ ഇസ്രയേലിന്റെ കാര്യം പോയി കിട്ടും അന്ത്യകാലം. ഇവിടെയാണ് എൻ്റെ പ്രസംഗം വരുന്നത്. ഞാൻ പറഞ്ഞു സമാധാനത്തിൽ ചെറുപ്പക്കാർ കേൾക്കണം. 1967 ജെറുസലേമിനെ പരിഭ്രമപാത്രമാക്കി വെച്ച് കഴിഞ്ഞു. ഇതാണ്ട് 2017 ഈ ട്രംപ് ഇസ്രയേലിൻ്റെ ആളാ. വായാടി ട്രംപ് വന്നു. ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. പെരുങ്കടപ്പിള്ളെ ബാക്കി പ്രസംഗിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ട്രംപിന്റെ മോള് അവിടെ പള്ളി വെക്കാൻ വേണ്ടി എംബസി അവിടെ തുറന്നു. മോനെ ലൈവ് ക്ലിയർ ആയിരിക്കണം. മലയാളമോ തമിഴല്ല. അതുക്ക് തന്നെ இந்த ലൈവ് ക്ലിയറാ കണ്ടിപ്പാക്ക് പാത്തിരിക്കുന്നത്. ഇതായിരിക്കുന്നു 3-ാമത്തെ കാര്യം. ഇസ്രയേൽ ജൂതരാഷ്ട്രം. അപ്പോൾ സക്കറിയാവ് പറഞ്ഞു അന്നാളിൽ ജെറുസലേം ഭാരമുള്ള കല്ലായി മാറും കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇനിയാണ് പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം. 2017 ട്രംപ് വരുന്നതിന് മുമ്പ് ഒരുവനുണ്ടായിരുന്നു, ബരാക് ഒബാമ. മോനെ ഇത് ക്ലിയർ ആയി കൊടുക്കണം. പാസ്റ്റർമാരും കാണണം. മലയാള പത്രമായത്. ഇസ്രയേലിന്റെ ഒബാമ ചതിച്ചു കേട്ടോ. ഇന്ന് ജെറുസലേം ആരുടെ കയ്യിലാവും? ഇസ്രയേലിന്റെ കയ്യിലാവും. അങ്ങനെയെങ്കിൽ ഒബാമ എന്താ ചെയ്തതെന്നറിയാമോ? ഒബാമ ഇറങ്ങിപ്പോയപ്പോൾ ഒരു പേപ്പർ എഴുതി വെച്ചു. എന്താ പേപ്പർ എന്നറിയാമോ? യെറുശലേം അറബികൾക്ക് തിരിച്ചു കൊടുക്കണം. പാറശാല ഗരീന്ദ്ര സഖാവല്ല, കാട്ടാക്കട IB സതീഷല്ല, അമേരിക്കൻ പ്രസിഡന്റ് എഴുതിയ പേപ്പറാ. പറഞ്ഞുതരാം, കേൾക്കണം. ഇത് പറയാം. നമ്മുടെ തൊട്ടടുത്ത് ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ. നിങ്ങളൊരു പരാതി കൊടുത്താൽ അതിന് റെസിപ്റ്റ് തന്നാൽ അത് ജെന്യൂനാവും. പക്ഷെ കേസാവത്തില്ല. FIR ഇട്ടാൽ അത് കേസാ. മനസ്സിലാകുന്നവർക്കായി. 5 കൊല്ലം കഴിഞ്ഞാലും അത് കോടതി ട്രയൽ നടന്നുകൊണ്ടിരിക്കും. കേസ് വാദിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി. ഇതാണ് സംഭവം. വചനം കേൾക്കണം. കാനാവിലെ കല്യാണമല്ല ഈ ട്രംപ് എഴുതി വെച്ചിട്ട് പോയ. അങ്ങനെയെങ്കിൽ ഇനി ചെറുപ്പക്കാരും അമ്മാമ്മമാരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയ പ്രസംഗം. എന്താ സംഭവം? ഇന്ന് 5 രാഷ്ട്രങ്ങൾ UN-നകത്ത് വീറ്റോ പവർ. അതിൻ്റെ ഒരു പാടി കഴിഞ്ഞ ദിവസം കാണിച്ചു. ലൈവ് ക്ലിയർ ആയിക്കോണം മോനെ. എന്താ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇവര് 3ഉം ഇസ്രായേലിന്റെ സൈഡാണ്. 2 ചേട്ടന്മാരുണ്ട് പലസ്തീൻ്റെ സൈഡ്. അവരാണ് റഷ്യ, ചൈന. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ദിവസം പേപ്പർ വായിക്കണം. ഈ രാഷ്ട്രീയക്കാരടിയും പണം നോക്കാരി. ബഹ്റിൻ പറഞ്ഞു ഹോർമോസ് കടൽ തുറക്കണമെന്ന്. അപ്പൊ റഷ്യയും ചൈനയും പറഞ്ഞ് തൽക്കാലം തുറക്കണ്ട. മനസ്സിലാകുന്നവർക്കായി വായിച്ചോ. വീറ്റോ ചെയ്തു. അങ്ങനെയെങ്കിൽ ഇനി ലോകത്തെ സംഭവിക്കാൻ പോകുന്ന സംഭവം നോട്ട് ചെയ്തോണം. ഈ ഫ്രാൻസിൻ്റെന്നോ അമേരിക്കയുടെ ബ്രിട്ടനോ ഒരു രാജ്യം UN-നകത്ത് പോയാൽ ഇസ്ലാം സമൂഹത്തിന് പിന്തുണയുള്ളവൻ എഴുന്നേറ്റു വരും. കരമുയർത്തുന്നവർക്കായി അവൻ പറയും. അമ്മാമ ഇതാ 3-ാം ലോകമഹായുദ്ധം. അത് ഇസ്രയേലിലേക്ക്. അവൻ പറയും ജെറുസലേം അറബികളുടെ കയ്യിൽ കൊടുക്കണം. ജെറുസലേം. അങ്ങനെയെങ്കിൽ വരാൻ പോന്നു. ഇവിടെ ഒരു ഭാഗം ചിന്തിക്കണം. വേഗത്തിൽ അവസാനിപ്പിക്കാം. യെരുശലേം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവൻ വിടത്തില്ല. 16 കാര്യങ്ങൾ ഈ ലൈവ് വീട്ടിൽ ചെന്ന് കാണണം. 1, ദാവീദിന്റെ പട്ടണം. 2, 5000 വർഷം പഴക്കം.
മൂന്ന് മതങ്ങൾ: ഇസ്ലാം, ക്രൈസ്തവ, യഹൂദ. 4 വിശുദ്ധ നാട്. 5 മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ പള്ളി അവിടെ. 6 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ ഡോമോബ്രോക്ക് അവിടാന്ന്. അത് ആ പാറ അതല്ല, അത് അബ്രഹാം ഇസഹാക്കിനെ കടത്തിയതാ. 7 യേശു ക്രൂശിച്ചു വന്ന കിദ്രോൻ. 8 തൈലലേപനം. 9 മറിയാമ്മച്ചിയുടെ കല്ലറ. 10 അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ എവിടെ? 11 കുഞ്ഞമാമ കേട്ടാട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് വീട് തരാൻ കാറ് തരാന്നല്ല, നിങ്ങൾക്ക് സമാധാനം. കര ഉയരുന്നില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ പ്രസംഗം എന്താ? ഞാൻ ഒരു ദൂതനോട് അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോവുക. സന്തോഷമില്ലല്ലോ. ഇവിടെ പുളി, അവിടെ ചന്തങ്ങ്, ഗോദ്രേജിൻ്റെ അലമാര, പിന്നെ അത് കഴിഞ്ഞ് കാർ പോർച്ചിനകത്ത് ആൾട്ടോടെ കാർ. ഞാൻ ദൂതനുമായിട്ട് പോവുകയെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. യവന്മാരെ ആ സ്റ്റേജിൽ വിളിച്ച് കയറ്റുന്നത്. സ്വോത്രം. കാട്ടത്തിയേരുന്ന സക്കായിയോട് യേശു പറഞ്ഞു, സക്കായി, നിന്റെ വീട്ടിനകത്ത് ഞാനൊരു പുളിമരം കാണുന്നു, ഇപ്പുറത്തൊരു ചെന്തങ്ങ് കാണുന്നു, കാർ പോർച്ച് കാർ കാണുമെന്നല്ല. സ്വോത്രം. സക്കായിയോട് യേശു പറഞ്ഞു, താഴെ ഇറങ്ങിയാൽ നിനക്ക് രക്ഷ വരും. ഇതാ സുവിശേഷം. അനിൽ സഹോദരൻ മിണ്ടുന്നില്ല. പുള്ളിയുടെ നാട്ടുകാരിതിൻ്റെ ആൾക്കാരായ അതുകൊണ്ടാണ് അനിൽ സഹോദരൻ മിണ്ടായിരിക്കുന്നത്. ഞാൻ ഒരു ദൂതനൂടെ, സ്വോത്രം, മനസ്സിലാക്കുന്നവർക്കായി നിന്റെ ദൂതൻ നിന്റെ താഴെക്കർത്തവർക്ക് നീ മനസ്സന്തരപ്പെട്ടു. എനിക്ക് സന്തോഷം. ആശാരിയെ പോലുള്ള 4 പ്രാസംഗരില്ലല്ലോ അനിലെ, ദൈവത്തെ ഓർത്ത്. സ്വോത്രം. ഉണ്ടായിരുന്ന അവൻ്റെ ദൂതനും തെങ്ങും ചെന്തെങ്ങും ഒക്കെ പുള്ളി തീർത്തേനെ, മനസ്സിലാക്കുന്നവർക്കായി. സക്കായിയോട് കുഞ്ഞമ്മാമയെ യേശു പറഞ്ഞ എന്തുവാ? നീ ഇറങ്ങിയാൽ നിന്റെ വീട്ടിന് രക്ഷ വരുമോന്ന്. ഇതാ ഞങ്ങളുടെ സുവിശേഷം. സ്വോത്രം. അല്ലാതെ എന്താ സുവിശേഷം? ഞാനും ഒരു ആൻറ്റിയോട് അങ്ങോട്ട് പോയപ്പോൾ അടുത്ത അമ്മമ്മനും അനിലിൻ്റെ വീട്ടിനടുത്ത് നിന്ന് 16 കിലോമീറ്റർ ഒരാൾ വിസ അടിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കൻ വിസ, ലണ്ടൻ വിസ, UK വിസ. നമ്മൾ ബൈബിളുമായിട്ടാണ് പോകുന്നത്. പുള്ളി പറയുന്നത് പാസ്പോർട്ടുമായിട്ട് വരാം. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. വെളിനാട്ടിൽ പോകുന്നല്ല. ഇതിനും തല വെച്ച് കൊടുക്കുന്ന തിരുവനന്തപുരത്തെ പാഷന്മാരുണ്ട്. എല്ലാം മാനസാന്തരപ്പെട്ടവണ് കർത്താവ് വടിയെടുക്കാറായി. സ്വോത്രം. അങ്ങനെയെങ്കിൽ യെരുശലേമിൽ യേശു വന്ന് നിങ്ങൾക്ക് സമാധാനം. 12 46 പ്രാവശ്യം യുദ്ധം. 13 23 പ്രാവശ്യം ജനം ഓടി. 14 16 പ്രാവശ്യം മുറിവേറ്റു. 15 യഹൂദന് സാന്ദ്രം കുതിരി കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ടാച്ചായ തിയോഡർ കർശൻ, അവന്റെ കല്ലറ ജെറുസലേമിൽ. 16 അമ്മാമ ഇതാ യഹൂദന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ആലയവും കിഴക്കേ വാതിലും കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാലത്തും ജെറുസലേം അറബികൾക്ക് കൊടുക്കത്തില്ല. പക്ഷെ കൊടുത്തേ പറ്റൂ. അതിന്റെ പേരാ 3ാം ലോക മഹായുദ്ധ. അതാ പറയുന്ന അന്നാളിൽ ജെറുസലേമിന് ഞാൻ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായി വരും. അറബ് ലീഗ് അതിനെതിരെ എഴുന്നേറ്റ് വരും. റഷ്യയും ചൈനയും അതോടെ തന്നെ കൊറിയയും ചേർന്ന് ഇസ്ലാമിക സമൂഹം അവനെ ആക്രമിക്കും. ആ യുദ്ധം 3ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് തന്റെ സഭയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. അയക്കാം. എസെക്കിയേൽ 38:15-16 വേഗത്തിൽ അവസാനിപ്പിക്കാം. നീയും നിന്നോടുകൂടെ വായിക്കാം. പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. സൈബീരിയ എന്ന് വരുമെന്ന്. ബാക്കി റോഡ് വരയ്ക്കാൻ സമയമില്ല, അത് എവിടെങ്കിലും പറയാം. സൈബീരിയ എന്ന് നേരെ സിറിയായി കയറും. ഗോലാൻ കുന്ന് വഴി ടെല്ലവീവിൽ ഇറങ്ങി വരും. അമ്മാമ്മ ഭയങ്കര യുദ്ധം വരാൻ പോകുന്നത്. അതാ ഇന്നത്തെ അറബ് ലീഗ് അമേരിക്ക കൈവിട്. ഇസ്രായേലുമായിട്ടുള്ള പ്രൈസ് ദി ലോർഡ് എല്ലാവരും നിർത്താൻ പോവുക. റഷ്യ അവർക്ക് മേധാവിയായി തീരും. ഇറാന്റെ പിന്നിൽ റഷ്യ, സാറ്റലൈറ്റ് റഷ്യ, സ്റ്റെൽത്ത് മിസൈൽ റഷ്യ, ഡ്രോൺ റഷ്യ. അങ്ങനെയെങ്കിൽ സകല അറബ് രാജ്യങ്ങളും റഷ്യയുടെ കീഴിൽ വരും. മാഗോഗ്. അടുത്തത് വായിക്കാം. എന്റെ ജനമായ, വായിച്ചാട്ട് മോളെ. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള മേഘം പോലെ. അവിടെ നിൽക്കട്ടെ ഒരു ഫുൾ സ്റ്റോപ്പ്. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനം. അവിടെ നിൽക്കട്ടെ. എന്താ മേഘം? ഇവിടാണ് വിഷയം. കാർമേഘമല്ല, മിന്നലുള്ള മേഘമല്ല, ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞതിന് ശേഷം യുദ്ധവിമാനം. എയർ ഇന്ത്യയുടെ വെള്ള കളർ, ഇൻഡിഗോയുടെ നീല കളർ, എമിറേറ്റ്സിന്റെ പച്ച കളർ, അത് കഴിഞ്ഞ് മഞ്ഞ കളർ ഗൾഫെയറുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ശംഖുമുഖത്ത് നാവികസേന വ്യോമസേന അഭ്യാസം, അതിനകത്ത് മൊത്തം ചാര കളർ. മോഡി സാറിന്റെ ഹെലികോപ്റ്റർ, അമിത്ഷായുടെ ഹെലികോപ്റ്ററും കാട്ടാക്കട വരും. വെള്ളയല്ല, ചാര കളർ. അങ്ങനെ വിമാനം ഉണ്ടാക്കിയതെന്ന് പഠിക്കുന്ന മക്കൾ നോട്ട് ചെയ്യാട്ടെ. PSC പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ചായ എനിക്കിടയ്ക്ക് വാങ്ങിച്ചു തരണം. 1903 അമേരിക്കയിൽ അരിസോണയിൽ 2 ചെറുപ്പക്കാരെ വിമാനം ഉണ്ടാക്കിയത്. അവന്മാരുടെ പേരാ ഇർബീലും ഓർബീലും, റൈറ്റ് സഹോദരന്മാർ. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി റഷ്യയും അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. അന്ന് അറ്റ്ലസ് സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഹെർക്കുലിസ് ഒരു ടയർ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന യുദ്ധവിമാനം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, കരമുയർത്തുന്നവർക്കായി വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി.
രാത്രി. ബാക്കി കൂടെ കേട്ടാട്ടടുത്ത് വായിക്കാം. നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എന്റെ ജനമായ ഇസ്രായേൽ. അടുത്ത വാക്ക് വായിക്കാം. ഗോഗേ റഷ്യേ. അന്ത്യകാലത്ത് ജാതികൾ കാണുകേ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ. യഹൂദന് ഇപ്പൊ യേശുവിനെ വേണ്ട. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ്റെ തന്നെയാ പറഞ്ഞ് യേശുവിൻ്റെ സ്നേഹം വേണ്ട, ചെങ്കിസ്ഖാൻ്റെ വാള് മതിയെന്ന്. സന്തോഷമില്ലല്ലോ. യേശുവിൻ്റെ കല്ലറ വിറ്റ് കാശാക്കുന്ന ഗലീലക്കടൽ, സ്നാപകയോഗൻ, കാട്ടത്തി, സക്കായി കയറിയത്, അവൻ്റെ കല്ലറയെല്ലാം വിറ്റ് ഡോളർ മേടിക്കുന്ന അവന് യേശുവിനെ വേണ്ട ചായ. സ്വോത്ര അവൻ കുത്തിയവങ്കിലേക്ക് നോക്കാൻ പോവും. അതാ മൂന്നാം ലോകമകായിത്ത്. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് വായിച്ചോ മോളെ. അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. കേരളത്തിലേക്കല്ല, ഇന്ത്യയിലേക്കല്ല, എന്റെ ദേശം ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കോ? എവിടെ നടക്കോ? 3 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കോ. യോബേലിന്റെ പ്രവചനം 3:9-11, 3-ാം അധ്യായം 9-11. ഈ ജാതികൾ എവിടെ വരും? യോബേലിന്റെ പ്രവചനം 3:9-11. കുഞ്ഞു വായിച്ചട്ടെ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ. യഹൂദനല്ലാത്ത UN പോകുന്ന എല്ലാം ജാതികളാ. ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ചെറുപ്പക്കാർ ബൈബിൾ എടുത്താട്ട് അമ്മാമ യുദ്ധത്തെ വിശുദ്ധ യുദ്ധം. മോളിന് 11 പറയും വായിക്കണം. ഇവിടെ നിൽക്കണം. ക്രൈസ്തവൻ പറയത്തില്ല വിശുദ്ധ യുദ്ധം, ഹൈന്ദവൻ പറയത്തില്ല, ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. പറയുന്ന ഒരു കൂട്ടേ ഉള്ളു. അവരുടെ പേരാ ഇസ്ലാം സഹോദരങ്ങൾ. അതിനവർ വിളിക്കുന്ന പേരാ ജിഹാദ്, കരമുയർത്തുന്നവർക്കായി. ഇതിന്റെ പേരാ വിശുദ്ധ യുദ്ധം UN-നകത്ത്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എവിടെ വെച്ച് യുദ്ധം? വീരന്മാരെ ഉദ്യോഗിപ്പിൻ. അടുത്ത വാക്ക്. സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. സകല യോദ്ധാക്കളും അടുത്ത് വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടിപ്പിൻ. അടുത്തത് ജാതികൾ ഉണർന്ന് വായിച്ചോ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ജാതികൾ ഉണർന്ന്. ആ വാക്യം വായിച്ചിട്ട് മോളെ എവിടാ യുദ്ധം? 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള സകല ജാതികളും നടക്കുന്ന ജോർദാൻ, സിറിയ, ലെബനോൻ, എല്ലാ യേശാവിന്റെ മക്കളും ഫെലിസ്തീയ ദേശവും ജാതികൾ ഉണർന്ന്. വായിച്ചോ. ബന്ധപ്പെട്ട് വന്നു കൂടുവിൻ. ഇനി അടുത്ത വാക്യം കേട്ട് നിങ്ങൾ കരമുയർത്തണം. എവിടെ അടിയെന്ന് വായിച്ചാട്ടെ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യുദ്ധത്തിനെല്ലാം കൂടെ അവിടേക്ക് വരും. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി ഇവിടെ വച്ച ജാതികൾ, യഹൂദനല്ലാത്ത മുഴുവനും സൈന്യങ്ങൾ. ഇനി ഇവിടെ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി. അതല്ലേ അമ്മാമ യേശു പറഞ്ഞ്, യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. കരമുയർത്തുന്നവർക്കായി ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം യെരൂശലേമിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ യഹൂദന്റെ നിലവിളി മശിഹായുടെ മടങ്ങി വരവ്. 3-4 വാക്യം വായിക്കാം. ശെഖര്യാ പ്രവചനം 12:9-10. അന്നാളിൽ വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന. ഈ അടിയല്ല ഇറാനും ഇറാഖിലും സൗദിയിലും അല്ല, എല്ലാ യെരൂശലേമിലേക്കാ വരുന്നത്. ഞാൻ യെരൂശലേമിലേക്ക് വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. അടുത്ത വാക്ക്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഉപവസിക്കാൻ തുടങ്ങുന്നു. പണ്ട് കുവൈറ്റ് യുദ്ധം വന്നപ്പോ ചേച്ചിമാരെല്ലാം ചർച്ച ഇരുന്ന് പ്രാർത്ഥിച്ചോലെ ഉപവസിക്കാൻ തുടങ്ങും. അടുത്തത് അവൻ യേശുവിനെ ഓർത്ത് കരയാൻ തുടങ്ങുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ട്. തങ്ങൾ കുത്തിയിട്ടും ഉള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാട്ടിയും കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി സകലതും നിവർത്തിയാൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ടെറ്റലസ്റ്റായി ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കൊടുത്തു. യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തമൊഴുകിയെങ്കിൽ അവിടെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അവർ നിലവിളിക്കുന്നു. വായിച്ചാട്ടെ. യഹൂദന്റെ നിലവിളി ഉയരും. വായിച്ചാൽ അവർ മതിമോളെ ഏകജാതനെ ചൊല്ലി വിലപിക്കും. 3 വാക്യങ്ങൾ കഴിയുമ്പോൾ അവസാനിക്കും. ആദ്യത്തെ കുഞ്ഞിന് വീട്ടിനകത്ത് രോഗം വരുമ്പോൾ അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ പറയും, അയ്യോ അപ്പച്ചോ സ്വർഗമേ, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാന്ന് വിടുതൽ തരണമേ. അതുപോലെ അവർ നിലവിളിക്കാൻ തുടങ്ങും. ഇവിടെയാണ് പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ശ്രദ്ധയോടെ ഇരിക്കണം. മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളയും. അവന്റെ വിമാനം ഉയരത്തില്ല. യെരൂശലേമിന്റെ പാളയത്തിനകത്ത് കണ്ണുനീരൊഴുകും. അവർ കുത്തിയമംഗലേക്ക് നോക്ക്. ബാക്കി വായിക്കേണ്ട. സെഖര്യാ 13:1. അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ വായിക്കാം. അന്നാളിൽ യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവയെ തുറക്കുക. അവൻ കരയാൻ തുടങ്ങും. ഇവിടെയാണ് എൻ്റെ പ്രസംഗം. കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാഭം എവിടെ? വെള്ളറുടെ ദേവിയുണ്ടോ? പാറശാല
സരസ്വതി ഉണ്ടോ, കാട്ടാക്കട മാമലുണ്ടോ, നെയ്യാർ മെഡിസിറ്റി ഉണ്ടോ? ഇല്ല. ഇവിടെ എത്ര ലാബുണ്ട്? കണ്ണ് ചെക്കയും കാല് ചെക്കയും, അത് കഴിഞ്ഞിട്ട് തലമുടി ടെസ്റ്റ് ചെയ്യും, നഖം ടെസ്റ്റ് ചെയ്യും, കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം നിർത്താം. സഹോദര സഹോദരി, അങ്ങനെ ഒരു ലാബുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ പാടും, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. കോവിഡില്ല, ക്വാറന്റൈൻ ഇല്ല. 7 ദിവസം 24 ദിവസം 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു ലാബ്. അതുകൊണ്ട് സഭയിൽ പാടും, ബഹുമാന്യനാം ആചാര്യനായി യഹൂദന്റെ നിലവിളി ഉയരും, എൻ്റെ മശിക അവർക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി വരും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇവിടെ മനസ്സിലാക്കണം, ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിൽ കിടക്കുക. എന്താ സംഭവിച്ചത്? എബ്രായ കുടിലിൽ ആണുങ്ങൾ മിസ്രൈമരെ കൊല്ലും. അതുകൊണ്ട് ഫറവോനൊരു കൽപ്പന എഴുതി. ചെറുപ്പക്കാർ കേട്ടോ, ചെറുപ്പക്കാരികൾ കേട്ടോ, ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് കൊല്ലാൻ. ഇതാ വാഗ്ദത്ത. മോശ എന്ന് പറയുന്നൊരു പൈതലുണ്ട്. അമ്മയും പെങ്ങളും അവനെ ഒളിച്ചൊളിച്ച് വെച്ചു. കുഞ്ഞു വളരുക. കരച്ചിൽ കേട്ടാ പട്ടാളക്കാർ പിടിക്കും. അമ്മേ, ഒരു ദിവസം നല്ല പാല് കൊടുത്ത് പശയും കീലും കൊണ്ട് ഞാങ്ങടപ്പെട്ടകൻ റെഡിയാക്കി കുഞ്ഞ് തലങ്ങണയായിട്ട് ഉറക്കി ലോക്കം ചെയ്ത് എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. മോശ ഉറങ്ങിപ്പോയി. അമ്മയും പെങ്ങൾ സൈഡിൽ നിൽക്കുക. വെള്ളത്തിനകത്ത് തിരമാല നൈൽ നദിക്കകത്ത് പൊങ്ങാൻ തുടങ്ങി. പെട്ടകം കുലുങ്ങാൻ തുടങ്ങി. മോശ കണ്ണ് തുറന്നപ്പോൾ ഇരുട്ടാ. അവൻ കരയാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഫറവോന്റെ കൊട്ടാരത്തിൽ കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവന്റെ നിലവിളി നിന്റെ മുറിക്കകത്ത് ഉയർന്ന നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക. ഇന്ന് രാത്രി ആരാ മോശ? പെന്തിക്കോസുകാർ കേൾക്കണം, ദൈവത്തിന് അവനെ പറ്റിയ ഒരു പ്ലാൻ ഉണ്ട്. 40 വർഷം അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരണം. അമ്മാമേ, 40 വർഷം അമ്മായിയപ്പന്റെ ആടുകളെ നയിക്കണം. 40 വർഷം ഇസ്രായേൽ ജനത്തെ നയിക്കണം. 120. ബാക്കിയൂടെ കേട്ടോ ബൈബിൾ. 120 വർഷം കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വടി കിട്ടും, അഭിഷേകത്തിന്റെ വടി. അതുവഴി ചെങ്കടൽ വിഭജിക്കണം. അങ്ങനെ ഉള്ളവനെ തകർക്കാൻ ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. കമാൻ, ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. കരമുയർത്തുന്ന മക്കൾക്കായി അച്ചായ, അമ്മാമേ, അമ്മച്ചി, നിന്റെ വീട്ടിനകത്ത് നീ വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ, നീ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ, നീ രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, നിന്റെ ബൈബിളിനകത്ത് തുണ്ട് പേപ്പർ നിന്റെ പ്രാർത്ഥനാ വിഷയം എഴുതിയെങ്കിൽ നിന്റെ കണ്ണുനീരിന്റെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുനീരിന്റെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി നാളെ കൂടെ യോഗമുള്ളൂ. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോക. എന്നാൽ പുലമച്ചൽ കോണതെന്ന് രാത്രി വേള എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകയില്ല. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഇവിടെ മണ്ഡപത്തിൻ കടവ് വരുമോ? ഉമ്മൻചാണ്ടി സാറിന്റെ മക്കൾ വരുമോ? ഇല്ല മക്കളെ, മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവന് വേണ്ടി അന്തഃപുരത്തിനകത്തുനിന്ന് തൻ്റെ മക്കളെ കൊണ്ടുവന്ന് പെട്ടകത്തെ ചുമക്കുക. കരമിറങ്ങിയെങ്കിൽ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അമ്മാമ്മയെ വിളിച്ചു പറ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു പൊടിനാര് പോലും പൊടിയത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തണ. ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി ഉയർത്തുന്നിട്ട് യേശുവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. അച്ചായ കരമുയർത്തിയാട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര. കമോൺ കമോൺ കമോൺ. മോശയുടെ പെട്ടകത്തെ ചുമക്കുക. ഫറവോന്റെ പുത്രി അയച്ചതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ്, അടുത്ത രാത്രിക്ക് മുമ്പ് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണിച്ച് അങ്ങേറി ഇന്ന് രാത്രി വചനമേറ്റെടുത്ത് അമ്മാമ്മ പ്രത്യാശയോടെ ഇന്ന് ഗ്രൗണ്ട് രാത്രി വിടാം. ആരാ നിന്റെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്, കരമുയരുന്നിരുന്നപ്പോൾ, നിന്റെ പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇന്ന് രാത്രി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. അമ്മാമ്മയെ കരമുയർത്തിയാട്ട് പെരുങ്കടവളെ പാറക്കോറി സ്ഫോടനം ഉണ്ടായാൽ നിന്റെ വീട് വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു രാജ്യത്തിന്റെ ഉൽക്ക വിമാനം നിന്റെ തലയ്ക്ക് മീതെ വരത്തില്ല. ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്തവൻ എന്നെ കാത്തുങ്ങ. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ, ചെറുപ്പക്കാരാ നിന്റെ വശത്ത് 1000 പേര്, ചെറുപ്പക്കാരി നിന്റെ വലതുവശത്ത് 10,000 പേര് വീട്. എന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാ ഇന്ന് രാത്രി നിന്നെ കൽപ്പിച്ചാക്കിയ ദൈവം. കരമുയർത്തി സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ട്. പെരുമ്പാമ്പിനെ നീ മെതിച്ചുകളെ
മക്കളെ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പിശാച് നടുങ്ങട്ടെ, കരങ്ങൾ ഉയരട്ടെ. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഇന്ന് രാത്രി. അതുകൊണ്ട് കരമുയർത്തട്ടെ, പിശാച് നടുങ്ങട്ടെ. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ മുട്ടുമടക്കി ആരാധിക്കുന്നവരുടെ വീട്ടിനകത്ത് നന്മ തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയാം. കമാൻ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയാ, നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാ. ഇന്ന് രാത്രി മോശ കുഞ്ഞിനെ ചാരി എടുത്തതുപോലെ ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തെ ചാരി നിനക്ക് മറുപടി തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കമാൻ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ച് കർത്തർക്ക് മഹിമ. ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി. ഇന്ന് രാത്രി നിന്റെ ക്യാൻസറുകളെ മാറ്റുവാൻ, നിന്റെ ട്യൂമറുകളെ മാറ്റുക, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തെ മാറ്റുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയാ. അതുകൊണ്ട് കരമുയർത്തണം. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ വേണ്ട. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണ്ട. ഇന്ന് രാത്രി ചില പാരമ്പര്യ വിഷയമായിട്ട് ഗ്രൗണ്ടിനകത്തിരിക്കുന്നെങ്കിൽ അച്ചായ, അമ്മാമ്മ, മോളെ കരമുയർത്തി പറയണം. മോശയുടെ പെട്ടകത്തെ താങ്ങിയതുപോലെ 2026 കൺവെൻഷനിൽ എൻ്റെ പ്രശ്നത്തെ താങ്ങും. ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഊതേറ്റെടുത്തുകൊണ്ടേ പോകാവൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഗ്രൗണ്ടിനകത്ത് ഒഴുകുകയാണ്. ഞങ്ങളുടെ കരം ഉയരണ്ട. ഹൃദയം നുറുകിയവർക്ക് ഇന്ന് രാത്രി യഹോവ സമീപസ്ഥന. ഇന്ന് രാത്രി മനം തകർന്ന വിഷയത്തിൽ നിനക്കൊരു മറുപടി തരുക. കമാൻ, യു വിൽ ടേക്ക് ഇറ്റ് ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പറയണം, എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരുക. ഈ കൺവെൻഷനകത്ത് മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ലോർഡ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അന്തേഹൂദന് വേണ്ടി ഒരു ഉറവം തുറക്കും. വായിക്കാം സഖരിയ പ്രവചനം 14:4-5. 2 വാക്യം കഴിയുമ്പോൾ അവസാനിക്കും. വായിക്കാം. അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി. വായിച്ചാട്ടെ. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. 2 കാര്യം കൂടെ കേൾക്കണം. ഏറ്റവും വലിയ താഴ്വര ഉളവായി റിഫ്റ്റ് വാലി. 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിപ്പിക്കും. ഇന്ന് രാത്രി മക്കളെ, യേശുവിൻ്റെ കാലം ഒലിവുമലയിൽ ചവിട്ടും. ചങ്ക് കയറി പ്രസംഗിക്കുക കേട്ടോ. ഒലിവുമലയിൽ ഇന്നൊരു റിസോർട്ടുണ്ട്, അതിൻ്റെ പേര് 7 ആർച്ച്. 2009 ഏരിയൽ ഷാരോൺ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഹിൽട്ടൺ ഷെറാട്ടൺ വന്ന്, സാറേ ഒരു റിസോർട്ട് പണിയണം, 100 വർഷം വാടക. അവിടെ നമ്മുടെ വലിയ വിളപ്പുറം ഒറ്റശേഖരമംഗലം വീട് പണിയാനേ ആശാരി, മേശിരി, JCB മതി. മറ്റേ കാട്ടാക്കട ബിൽഡിങ് പണിയാൻ പൈലിങ് ചെയ്യണം. അവർ താഴെ പൈലടിച്ചു. ഇവിടെ മേസൺസ് ഇരിപ്പുണ്ട്. ഭൂമി പിളർന്നിരിക്കുന്നു. ലോകത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാം പഠിക്കണം. BME, BCMCA, നല്ല കുഞ്ഞുങ്ങളെല്ലാം പഠിക്കണം. സർക്കാർ ജോലിയൊക്കെ മേടിക്കണം. അങ്ങനെയെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഭൂമിയുടെ അടി ടെസ്റ്റ് ചെയ്യുന്ന, മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന, അധോഭാഗം ടെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയർ, അവരെ കൊണ്ടുവന്നു. ഒരു ക്യാമറ ലാപ്ടോപ്പിനകത്തുനിന്ന് താഴെ വയറു വഴി ഒരു ക്യാമറ ഇട്ടപ്പോൾ അടിക്ക് മുരൾച്ച. അപ്പോൾ പറയും, പാസ്റ്റർ എന്താ അത് പറയുന്നത്? ഇന്ന് രാത്രി നമ്മുടെ ദൈവദാസ സെബാസ്റ്റ്യൻ പാസ്റ്റർ അവിടെ പുലമച്ചൽ കോണത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു ക്യാമറ വെക്കണം, റിവോൾവിങ് ക്യാമറ. പെയ്ത്തോമിനകത്ത് ലാപ്ടോപ്പ് വെച്ചാൽ അതിലെ പോകുന്ന കാറിൻ്റെയും വണ്ടിയുടെ എല്ലാവരെയും പടം കിട്ടും. കരമുയരുന്നില്ലല്ലോ. പലരും പറയുമ്പോൾ പാസ്റ്റർമാർക്കെതിരെ പോസ്റ്റർ ഇടുന്നവന് വേണ്ടി ഇത് പറയുന്നത് കേട്ടോ. നമുക്കെതിരെ പോസ്റ്റർ ഇടും. അതുകൊണ്ട് ആ റോഡിൽ ഒരു ക്യാമറ വെച്ച് വയറ് കൊടുത്താൽ പാസ്റ്ററിൻ്റെ അവിടെ TVയോ ലാപ്ടോപ്പോ മൊബൈലോ ഉണ്ടെങ്കിൽ വഴിയെ പോകുന്നവൻ്റെ പടം കിട്ടും. അവിടുത്തെ സംഭവം കൂടെ പറഞ്ഞുതരാം. ഭൂമിക്കടിയിൽ മുരൾച്ച, ഒലിവുമല. അവർ ക്യാമറ എടുത്ത് തൂക്കി, അവർ പറഞ്ഞ സ്ഥലം വിട്ടോളാൻ. അവിടെ മുരൾച്ച തുടങ്ങി. ഇവിടെ ഹല്ലേലൂയ പോലും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ പാസ്റ്റർപാട് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാണപ്രിയൻ വരവിനായി കടലിൻ മുഴക്കം കേൾക്കുന്നു എന്തെല്ലാം. അങ്ങനെയെങ്കിൽ 6000 കിലോമീറ്റർ ഭൂമി പിളരും. വലിയ ഭൂകമ്പം, ചെറുതല്ല. യേശു ഭൂകമ്പ പറഞ്ഞ് എസക്കേൽ വരുന്നു. വലിയ ഭൂകമ്പലത്തിൽ മലയുടെ ഒരു പാതി ഇറാഖ് തൊട്ട് സൗത്ത് ആഫ്രിക്ക വരെ. വായിച്ചാട്ട് മോളെ. ഒരു വലിയ ഒരു പാതി വടക്കോട്ടും ഇറാഖ്, അടുത്ത പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. കിടക്കുന്ന 6000 കിലോമീറ്റർ ഭൂകമ്പം. മലകളുടെ താഴ്വര എവിടെ? വായിച്ചോ. മലകളുടെ താഴ്വര ആസൽ വരെ. മതി മക്കളെ, ഇന്നത് മതി. ഇനി ഒരു വാക്യം കൂടെ നിർത്താം. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ നാഥന്റെ കാൽ ചവിട്ടുമ്പോൾ ഒരു മലയിൽ ഭൂകമ്പം. അതിനു മുമ്പ് പെരുങ്കടവിള, ആലത്തൂർ, പടപ്പിത്തോട്ടം, ബാലിയോട് ഇവിടെ ഒരു സംഭവം നടക്കാതെ വലിയ ഭൂകമ്പം ഉണ്ടാവും. 2 വാക്യം എസക്കേൽ 38, 19, 20 വായിച്ചാട്ട്. എല്ലാവരും ബൈബിൾ എടുത്താട്ട്. അന്നാളിൽ, കാട്ടാക്കടയല്ല, വായിച്ചോ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരമുയർത്തുന്നവർക്ക് യേശു ഭൂകമ്പം എന്ന് പറഞ്ഞ വലിയ ഭൂകമ്പം. ഇസ്രായേൽ. ബാക്കിയൂടെ കേട്ടോ. ഇതുപോലൊക്കെ വചനം കിട്ടുന്ന വളരെ ചുരുക്കമാണ്. കേട്ടോണ്ടേ പോകുക. എല്ലാം തീരുവോന്ന്. അടുത്തത് വായിക്കാം. ആകാശത്തിലെ
ഭൂകമ്പം ഉണ്ടാകുമെന്നും ആ. ഞാൻ എന്റെ തീഷ്ണതയിലും ആ. എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും അവിടെ നിന്നാട്ട് സമുദ്രത്തിലെ മത്സ്യം അയിലെ ചാളയല്ല, എല്ലാ കപ്പലുകളും ഹോർമോസിലെ കണക്കെല്ലാം തീരുവെന്ന്. അടുത്തത് ആകാശത്തിലെ പറവയും യുദ്ധവിമാനങ്ങൾ മുഴുവൻ എഞ്ചിനകത്ത് താഴെ ഭൂകമ്പം, ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നിന്നാ കത്തി തീരും എണ്ണ കിട്ടാതെ. അടുത്തത് കാട്ടിലെ മൃഗവും. ഈ കാട്ടിലെ മൃഗം ദാണ്ട് IS മാർക്സിസ്റ്റ് നമ്മുടെ മാവോയിസ്റ്റുകള് യവന്മാരെല്ലാം കട്ടിക്കിടക്ക തീവ്രവാദികൾ അവരെല്ലാം. അടുത്തത് നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. ഇഴജാതിയ CISF BSF ഈ കടങ്ങിനകത്ത് വീഴും. അടുത്തത് ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപ ദിവസം കരമുയർത്തുന്നവർക്കായി ഡേവ് ലോഡ്. 2 ഭാഗം കൂടെ നിർത്തൂ. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്കും. മിണ്ടുന്നില്ലല്ലോ. ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്കും. ഇതിനകത്ത് സകല ജാതികളുടെയും മനോഹര വസ്തു വരും. കരമുയർത്തുന്നവർക്കായി. ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? യേശു ക്രിസ്തു. പെന്തിക്കോസിന്റെ ദൈവമല്ല, CSAയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. നാളെ കൂടി ഇവിടെ കൺവെൻഷൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കരം തട്ടി ദൈവത്തെ ആരാധിക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുക. അവൻ അധികാരം കൊടുത്ത് ഇന്ന് രാത്രി മകനെ മകളെ പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു എന്റെ ഏക ദൈവ, യേശു എന്റെ ഏക കർത്താവ്. അവൻ രാജാവായി മടങ്ങി വരുന്നു. യോഹന്നാൻ 9:4. അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. സഹോദരങ്ങളെ, ഇത് ഞങ്ങളുടെ മാത്രം ജോലിയല്ല, പാസ്റ്റർമാരെ അല്ല, പാടുന്നവരല്ല. മോനെ കേട്ടാട്ടെ, നിങ്ങളെല്ലാം ദൈവം വിളിച്ച സുവിശേഷകരായിട്ടാണ്. ഒരു ട്രാക്ട് കൊടുത്താലും സുവിശേഷകയാണ്, ഒരാളോട് യേശു രക്ഷകൻ എന്ന് പറഞ്ഞാലും സുവിശേഷകയാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. പെന്തിക്കോസ് എന്നല്ല, കോസിൻ്റെ കാര്യം പറയാൻ പോവല്ലേ, നിങ്ങൾ റെഡിയാക്കും ആൾക്കാർ. സ്വോത്രം. കോട്ടേഴ്സിലെ വീഡിയോ ഇങ്ങോട്ട് ഇട്ട് തരും. കഴിഞ്ഞ കഷ്ടകാലത്തിനും എല്ലാ ഭാഷന്മാരും നമ്മുടെ സുഹൃത്തുക്കളില്ലേ. സ്വോത്രം. കണ്ണം ഭാഷ, സഭാഷ്യം ഭാഷയും ഒക്കെ വളരെ സ്നേഹിതരല്ലേ. സ്വോത്രം. നാളെ ആ കോസിൻ്റെ ഉപദേശം പറഞ്ഞ് ലാസ്റ്റ് ഒരുത്ത എന്നെ കൊണ്ട് വീഡിയോ കാണിക്കുക, ഇതൊന്ന് ശരിയാക്കി പിന്നെ റെഡിയാക്കാൻ. ഞാൻ മിണ്ടാതെ പോയി. സന്തോഷമില്ലല്ലോ. കോട്ടേഴ്സ് കലാപം, പോലീസ് വേറെ, അനില എന്തു ചെയ്യാണ്. അതുകൊണ്ട് കോസ് എന്നൊക്കെ നിർത്തുക. എവിടെ ചെന്നാലും പറയാം, അമ്മച്ചി യേശു എൻ്റെ ഏക രക്ഷകൻ. അച്ചായ യേശു എന്നെ ഇവിടെ നടത്തിയത്. പഠിക്കുന്ന മോളെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ പറയണം, യേശു അപ്പച്ച എന്നെ വഴി നടത്തി. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്ക്, ലോകത്തിൽ പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇതെല്ലാം കണ്ടിട്ട് യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, കരമുയർത്തുന്നവർക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിലെടുക്കപ്പെടും. പാലിയോട് TPMന്റെ പെയ്ത്തമുണ്ട്. രാത്രി പോകുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, വായിക്കണ്ട. ആമോസ് 4:12. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിർത്തുന്നു. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. മക്കളെ, 6 സംഭവം ഇസ്രായേലിൽ. 1 സൈന്യങ്ങൾ യെരൂശലേമിന്. 2 റഷ്യയുടെ നേതൃത്വത്തിൽ യുദ്ധവിമാനങ്ങൾ. 3 യഹൂദൻ നിലവിളിക്കും. 4 അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5 ഒലിവുമല 2 പിളരും. 6000 കിലോമീറ്റർ ഭൂകമ്പം. അച്ചായ, അമ്മാമേ, ഇത് ഇത്ര ഇസ്രായേൽ ദേശത്താ. ആ ഭൂകമ്പം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മുഴങ്ങും. അതായി കൺവെൻഷൻ. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി.